നമ്മളെല്ലാവരും ഗൂഗിളിൻ്റെ ക്രോം ബ്രൗസർ ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ബ്രൗസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ ഗൂഗിൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് സെറ്റിങ്സുകൾ നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമാണ് നമുക്കിത് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഈ സെറ്റിങ്സ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സേഫ് ബ്രൗസിങ് നമുക്ക് കിട്ടുന്നതല്ല. അതായത് നമ്മൾ സംസാരിക്കുന്ന മിക്ക കാര്യങ്ങളും ഇത് റെക്കോർഡ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഫോട്ടോ എല്ലാം എടുത്തിട്ട് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളെല്ലാം ഈ സൈറ്റുകളുണ്ട്. ഗൂഗിൾ അല്ല, അതായത് നമ്മൾ ഈ ഗൂഗിളിലൂടെ ബ്രൗസ് ചെയ്യുന്ന മറ്റ് വെബ്സൈറ്റുകളുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ആക്സസ് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഡിസേബിൾ ചെയ്യുക എന്നാണ് നമ്മൾക്ക് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡുകൾ, ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പേയ്മെൻറ്റിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെടാനും ഹാക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടോളൂ, നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഗൂഗിൾ എടുത്തതിന് ശേഷം ഈ വലതുവശത്ത് മുകളിൽ കാണുന്ന ഈ 3 ഡോട്ട് കണ്ടില്ല, ഈ 3 ഡോട്ടിലൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ തൊട്ട് താഴേക്ക് ഏറ്റവും ലാസ്റ്റ് നമ്മൾ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിലാണ് നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് തൊട്ട് താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്നൊരു കാണാം. ഈ സൈറ്റ് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ലൊക്കേഷൻ, ക്യാമറ, മൈക്രോഫോൺ. അപ്പോൾ ഇത് നമ്മൾ ഏതെല്ലാം വെബ്സൈറ്റിനാണ് നമ്മൾ ഇതെല്ലാം പെർമിഷൻ കൊടുത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ക്യാമറ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ല ഒരു വെബ്സൈറ്റ് വീഡിയോ കേസ് ICICI ബാങ്കിന് ഇത് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റുകൾക്ക് നിങ്ങൾ പെർമിഷൻ ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മുടെ മൊബൈൽ ക്യാമറ ഒരു വെബ്സൈറ്റുകളും ആക്സസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെയാണ് നമ്മുടെ മൈക്രോഫോൺ ഇപ്പോൾ ആക്സസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 3 സൈറ്റിന് നമ്മൾ മൈക്രോഫോൺ ആക്സസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഏതെങ്കിലും ഇതിപ്പോൾ ഗൂഗിളിൻ്റെ തന്നെയാണ് ആദ്യത്തെ 2 സൈറ്റ്, മറ്റേത് വീഡിയോ KYC ICICI ബാങ്കിൻ്റെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഇതിൽ മാത്രം കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫുള്ളായിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുന്നതാണ്. നമ്മൾ തൊട്ട് ബാക്കിലേക്ക് വീണ്ടും സെറ്റിങ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ്സ് കണ്ടില്ലേ നമ്മൾ, അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത്, അപ്പോൾ ഇത് നമ്മൾ സേവ് ആൻഡ് ഫിൽ പേയ്മെൻറ്റ് മെത്തേഡ്സ് നമ്മളിത് ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും നമ്മൾ ഓൺലൈൻ സൈറ്റിലൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെബ്സൈറ്റുകൾ ഇതെല്ലാം എടുക്കാൻ, അപ്പോൾ ഇത് നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ നമ്മൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ടാബിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഓൾ ടൈം എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് പല സമയങ്ങളും കാണിക്കും. ഓൾ ടൈം, ലാസ്റ്റ് അവർ, 24 hours, 7 days. അതായത് ഇത് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം അതിൻ്റെ ഹിസ്റ്ററി എല്ലാം സേവ് ചെയ്ത് വെക്കണമെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ അഡ്വാൻസ് ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ലാസ്റ്റ് 7 daysൽ 49 items ആണ് നമുക്കിതിൽ ബ്രൗസിങ് ഹിസ്റ്ററിയിലുള്ളത്. അതേപോലെ 64 സൈറ്റ്സ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അതിന് ടോട്ടൽ 35.4 MB സൈസ് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് 7 days ആണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഓൾ ടൈം കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മാറുന്നതായിട്ട് കാണാം. നിങ്ങൾ ഇത്രയും കാലം ബ്രൗസ് ചെയ്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട്. 1826 items ബ്രൗസിങ് ഹിസ്റ്ററിയിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് കൂടി വരുന്തോറും എന്തുണ്ടാവും, നമുക്ക് നമ്മുടെ ഗൂഗിൾ ക്രോം ഉണ്ടല്ലോ, ഇത് നമുക്ക് സ്ലോ ആയിക്കൊണ്ടിരിക്കും. കാരണം ഇത് അങ്ങനെ ഡാറ്റ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ആൾ ടൈം എടുത്തിട്ട് ഒന്ന് ക്ലിയർ ഡാറ്റ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊന്ന് ക്ലിയർ കൊടുത്ത് വയ്ക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് കൂടുന്നതിന് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് വയ്ക്കുന്നത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അതേപോലെ അടുത്തൊരു ഓപ്ഷനാണ് ഈ ആഡ് പ്രൈവസി എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ആമസോണോ ഫേസ്ബുക്കോ എന്തെടുക്കുകയാണെങ്കിലും അതെല്ലാം നമുക്ക് അവിടെ കാണിക്കുന്നത് കാണാം അല്ലേ. അതിന് കാരണം ഇതാണ്, നമ്മുടെ ആഡ് പ്രൈവസി എന്നുള്ള സെറ്റിങ്സ് ഓണായി കിടക്കുന്നതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ ബേസ്ഡ് ഓൺ യുവർ ബ്രൗസിങ് ഹിസ്റ്ററി ദിസ് സെറ്റിംഗ് ഈസ് ഓഫ്. അതായത് നമ്മൾ ഈ സെറ്റിങ്സ് നമ്മൾ ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇത് ഓണായിട്ടാണ് നിങ്ങളുടെ മൊബൈലിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം ബ്രൗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ നമ്മൾ എവിടെ എന്ത് സെർച്ച് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ ഹിസ്റ്ററി നോക്കിയിട്ടൊക്കെ നമ്മൾക്ക് എടുക്കുന്നതാണ്.
അപ്പോൾ ഇത് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ സൗകര്യത്തിനാണ്. അപ്പോൾ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മുടെ സെക്യൂരിറ്റി ടാബിലെ സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് എപ്പോഴും നമ്മൾ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ, നമ്മൾ മാക്സിമം പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു ഇതിൽ തന്നെ വേണം ഇത് ഇരിക്കാൻ വേണ്ടി. അപ്പോൾ സ്റ്റാൻഡേർഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആവും. അതിൽ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത്. ഡേഞ്ചറസ് ആയ വെബ്സൈറ്റുകളും ഡൗൺലോഡ്സും ഒക്കെ നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സേഫ് ബ്രൗസിങ് നമ്മൾ ഓണാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മറക്കണ്ട. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ സെറ്റിങ്സ് എല്ലാം നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബ്രൗസിങ് ഹിസ്റ്ററിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് സേഫ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം. എല്ലാവർക്കും ഒന്ന് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.